നമുക്ക് വേണ്ടപ്പെട്ടവർ തന്നെ നമ്മളില്ലാത്ത സാഹചര്യത്തിൽ നമ്മളെക്കുറിച്ച് നന്മയാകട്ടെ തിന്മയാകട്ടെ ഏതുമാകട്ടെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് അവരറിയാതെ നമ്മൾ കേൾക്കുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? വല്ലാത്തൊരവസ്ഥയായിരിക്കും അല്ലേ? എന്നാൽ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെയൊക്കെ മൊബൈലിൻ്റെ അകത്ത് ഇതിനായിട്ടൊരു പ്രത്യേക സെറ്റിങ്സ് ഉണ്ട്. അതൊന്ന് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവരെന്തൊക്കെയാണ് നമ്മളെക്കുറിച്ച് പറയുന്നതെന്ന് നമുക്ക് ദൂരെ നിന്നുകൊണ്ട് കേട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നിങ്ങളുടെ മൊബൈലിൽ ആ സെറ്റിങ്സ് ഇല്ല എങ്കിൽ അതിനായിട്ടൊരു പ്രത്യേക ആപ്ലിക്കേഷനും ഉണ്ട്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ സെറ്റിങ്സ് എവിടെയാണ് ഉള്ളത് എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ആപ്ലിക്കേഷൻ ഏതാണെന്ന് പരിചയപ്പെടാം. ഇതിന് പ്രത്യേകിച്ച് പെർമിഷൻ ഒന്നും ആവശ്യമില്ല. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ കമന്റ് ബോക്സിലും യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ഇതിന്റെ ലിങ്ക് ലഭിക്കും. അതിലൂടെ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കാണിക്കുക. ഇവിടെ ഓക്കെ കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ഓപ്പൺ മൈക്ക് എന്ന ഭാഗമാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങളുടെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ കാണിക്കും. ഞാനിപ്പോൾ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഇവിടെ എടുത്തിട്ടുണ്ട്. അത് ഞാനിപ്പോൾ ചെവിയിൽ വെക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കണക്ട് ആവും. ഞാൻ ഓൾറെഡി കണക്ട് ചെയ്തതുകൊണ്ട്. ഓക്കെ, ഇനി കണക്ട് ആകുന്നില്ല എങ്കിൽ ഇവിടെ ആ ഒരു നോട്ടിഫിക്കേഷൻ ബാർ താഴ്ത്തിയിട്ട് ബ്ലൂടൂത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റുമായിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, ലോങ് പ്രസ് ചെയ്താൽ മതി. ഇവിടെ അതിൻ്റെ ഡിവൈസ് കാണാൻ സാധിക്കും. ഓക്കെ, ഓൾറെഡി കണക്റ്റഡ് ആണ്. എന്നിട്ട് വീണ്ടും ഓപ്പൺ മൈക്ക് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് വൈൽ യൂസിങ് ദ ആപ്പ് എന്ന ഭാഗം സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നോട്ടിഫിക്കേഷൻ്റെ പെർമിഷൻ ഇവിടെ അലോ ചെയ്ത് കൊടുക്കുക. ഇവിടെ സംഭവം വർക്കിംഗ് ആണ്. ബാക്ക്ഗ്രൗണ്ടിൽ എനിക്ക് എല്ലാ സൗണ്ടുകളും ഹെഡ്സെറ്റിലൂടെ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നോയ്സ് റിഡക്ഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഓണിലാണ്. സൗണ്ട് കൂട്ടാനും കുറക്കാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി നേരെ ബാക്ക് വന്നിട്ട് മൊബൈൽ സ്ക്രീൻ ലോക്ക് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് മൊബൈലിൻ്റെ പരിസരത്തുള്ള എല്ലാ സൗണ്ടുകളും ഈ ഒരു ഹെഡ്സെറ്റിലൂടെ കേൾക്കാൻ സാധിക്കും. മൊബൈൽ എവിടെയെങ്കിലും വെച്ചിട്ട് ബ്ലൂടൂത്തിൻ്റെ ആ ഒരു പരിധിയിൽ 10-15 മീറ്റർ പരിധിയിൽ നിങ്ങൾക്ക് എവിടെ നിന്നുകൊണ്ടും നിങ്ങളുടെ ഹെഡ്സെറ്റിലൂടെ ഇത് കേൾക്കാൻ സാധിക്കും. ഇനി ഇത് ഓഫ് ചെയ്യാൻ വേണ്ടി നോട്ടിഫിക്കേഷൻ ബാർ താഴ്ത്തിയിട്ട് ആപ്ലിക്കേഷൻ്റെ ആ ഒരു ഓപ്ഷൻ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഓഫ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അത് ഓഫിലാകും. ഓക്കെ, ഇത് എല്ലാ മൊബൈലിലും കൃത്യമായിട്ട് വർക്കാവുന്നതാണ്. ഇനി ചില മൊബൈലിലൊക്കെ ഇത് ഇൻബിൽറ്റ് ആയിട്ട് അതിൻ്റെ സെറ്റിങ്സ് തന്നെയുണ്ട്. ഞാനിപ്പോൾ സാംസങ് മൊബൈൽ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിൽ സെറ്റിങ്സിൽ ഞാൻ ഈ ഓപ്ഷൻ എവിടെയാണുള്ളതെന്ന് കാണിച്ചു തരാം. ഇവിടെ സാംസങ് മൊബൈലിൻ്റെ സെറ്റിങ്സ് നിങ്ങൾ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ സെർച്ച് ബാറിൽ ആക്സസിബിലിറ്റി എന്ന് ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഏറ്റവും മുകളിൽ കാണുന്ന ആക്സസിബിലിറ്റി എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ കാണുന്ന ഹിയറിംഗ് എൻഹാൻസ്മെൻറ്റ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ആംപ്ലിഫൈ ആംബിയൻറ്റ് സൗണ്ട് എന്ന ഈ ഒരു ഭാഗമാണ് നമുക്ക് വേണ്ടത്. ഇത് എല്ലാ മൊബൈലിലും ഉണ്ടാകില്ല. അത് ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു ടോഗിൾ നിങ്ങൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ഐക്കൺ വന്ന് കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതിലൂടെ നമുക്ക് കണക്ട് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ ചോദിക്കും. നമ്മൾ ഉപയോഗിക്കുന്ന ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് കണക്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഓൾറെഡി കണക്ട് ചെയ്തതാണ്. ഇത് ചില സമയത്ത് പെയർ ആകും, അല്ലെങ്കിൽ പെയർ ആകുന്നില്ല എങ്കിൽ ബ്ലൂടൂത്ത് ഓൺ ചെയ്തിട്ട് അവിടെ ഞെക്കി പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഡിവൈസ് അതിൽ കാണിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് മാനുവലായിട്ട് ഇത് കണക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ബ്ലൂടൂത്ത് ഭാഗത്ത് ലോങ് പ്രസ് ചെയ്യുക. കണ്ടോ, ഇവിടെ അത് വന്നിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ അത് കണക്റ്റഡ് ആവും. അങ്ങനെ കണക്റ്റ് ആയതിനു ശേഷം ഇവിടെ ആ ഒരു ഐക്കണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പരിസരത്തുള്ള എല്ലാ സൗണ്ടുകളും കേൾക്കാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി. കണ്ടോ, ഇതിവിടെ ഓപ്പൺ ആണ്. പരിസരത്തുള്ള എല്ലാ സൗണ്ടും എനിക്കിപ്പോൾ കേൾക്കാം. ആപ്ലിക്കേഷൻ്റെ ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഇനി മൊബൈൽ ലോക്ക് ചെയ്ത് കഴിഞ്ഞാലും ലോക്ക് സ്ക്രീനിലും നമുക്ക് പരിസരത്തുള്ള എല്ലാ സൗണ്ടുകളും ഈ ഒരു ഹെഡ്സെറ്റിലൂടെ കേൾക്കാൻ സാധിക്കും. ബ്ലൂടൂത്തിൻ്റെ ആ ഒരു ദൂരപരിധിയിൽ 10-15 മീറ്റർ ദൂരപരിധിയിൽ നിങ്ങൾക്ക് ഈ ഒരു മൊബൈൽ പരിസരത്ത് നടക്കുന്ന എല്ലാ സൗണ്ടുകളും ഇതുപോലെ കേൾക്കാൻ സാധിക്കും. ഓക്കെ, ഇനി ഇത് സ്റ്റോപ്പ് ചെയ്യാൻ ഈ ഐക്കണിൽ പ്രസ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഓൺ ചെയ്യാനും ഐക്കണിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇനി മൊത്തത്തിൽ നിങ്ങൾക്ക് ക്ലോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സെറ്റിങ്സിൽ ഇവിടെ സെർച്ച് ബാറിൽ നേരത്തെ പോലെ തന്നെ ആക്സസിബിലിറ്റി എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് ആ ഒരു ഓപ്ഷൻ ഓപ്പൺ ചെയ്തിട്ട് ഹിയറിംഗ് എൻഹാൻസ്മെൻറ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ആംപ്ലിഫൈ ആംബിയൻറ്റ് സൗണ്ട് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ടോഗിൾ ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. ആവശ്യത്തിന് നിങ്ങൾക്ക് ഓൺ ചെയ്യാം, ഉപയോഗിക്കാം. ആവശ്യം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നിങ്ങളുടെ മൊബൈലിലും ഇതുണ്ടോ എന്ന് നോക്കുക. നിങ്ങൾ കമൻറ്റിൽ തീർച്ചയായിട്ടും അറിയിക്കാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ മറ്റൊരാളെക്കുറിച്ച് നിങ്ങൾ നന്മയാകട്ടെ തിന്മയാകട്ടെ ഏതും ഇതുപോലെ സംസാരിക്കുന്ന സമയത്ത് ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും എന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.